നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ 10,000-25,000 രൂപ ഫൈൻ ഇടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതെല്ലാവർക്കും ബാധകമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാര്യം എല്ലാ സ്ഥലങ്ങളിലും മാലിന്യം നിക്ഷേപിക്കാനുള്ള സംഭവം കോഴിക്കോട് ജില്ലയിലില്ല. ശരിക്കും ഇത് ക്യാമറ, അതായത് അവിടെ ഒരു ബാസ്ക്കറ്റോ മറ്റുള്ള സംഭവമോ കൊണ്ടുവെക്കാതെ ഇടുന്ന സൈഡിൽ, ഈ വേസ്റ്റുകൾ ഇടുന്ന സൈഡിൽ മാലിന്യം ഇടുന്നുണ്ടോ നോക്കാൻ വേണ്ടി ക്യാമറ സ്ഥാപിക്കും. എന്ത് വകതിരിവില്ലാത്തൊരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നാട്ടുകാരിൽ നിന്ന് മാത്രമാണ് ഈ ഫൈൻ ഈടാക്കുക. നഗരസഭയോ പഞ്ചായത്തോ ഇതിട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല. അവർക്ക് ശരിക്കും ഫൈന് ഇടാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. അതായത് അവർക്ക് സാധാരണ ആളുകളുടെ കയ്യിൽ നിന്ന് ഫൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം ജനങ്ങൾക്ക് കൊടുക്കുക ചെയ്യാം, അല്ലേ? ആ സംഭവം സർക്കാരിന്റെ ഉത്തരവ് അങ്ങനെ. കാരണം മാലിന്യം പിന്നെ എന്താ പറയാ, പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞാല് അതിൽ നിന്ന് ഫൈൻ ഇടുകയും ഇതാരാണോ പരാതിപ്പെടുന്നത് ഫോട്ടോ അടക്കം പരാതി കൊടുത്താൽ അവർക്ക് അതിന്റെ ഒരു പാരിതോഷികം കൊടുക്കുമെന്നാണ് പഞ്ചായത്ത് സർക്കാരിന്റെ ഒരു അറിയിപ്പ്, സർക്കാരിന്റെ ഓർഡറാണത്. അത് കുന്നമംഗലം പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും ഹരിതകർമ്മസേനക്കാർ മാലിന്യം നിക്ഷേപിച്ച് കുറേ കൂട്ടിക്കിടത്തി ഊട്ടിയിട്ട് ആ ഒരു വിഷയം ഉണ്ടായി. കാര്യം ജനങ്ങൾക്ക് നടന്നു പോകാൻ 10-ാം മൈലിലെ വളവിലൊന്നും തൊട്ടുംപുറത്തൊന്നും IIM-ന്റെ ഗേറ്റിന് മുമ്പിലൊക്കെ ഇവരിത് കൂട്ടിയിട്ടത് ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തപ്പോൾ എനിക്ക് മറുപടി തന്നത് അത് ഹരിതകർമ്മസേന ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ. അത് അവർക്ക് ബാധകമല്ല, ഇത് നാട്ടുകാർക്ക് സാധാരണക്കാർക്ക് മാത്രമേ. സാധാരണ ഒരു വ്യക്തിയാണ് അവിടെ വേസ്റ്റ് ഇടുന്നത്, എന്തായിരിക്കും അവന്റെ അവസ്ഥ? അവനെ പിടിച്ചു നിർത്തി പോലീസ് സ്റ്റേഷനിൽ നിർത്തി അല്ലെങ്കിൽ 25,000 രൂപ ഫൈൻ ഇട്ട് അവനെ ആജീവനാന്തം ശിക്ഷിച്ച് എന്താ പറയുക, ഒരു കൊലപ്പുള്ളിയെ പോലെ കൊണ്ടുപോവാ. അപ്പൊ വേസ്റ്റ് ഇടാനുള്ള സംഭവം, അതായത് സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ഒരു സർക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ടത്, സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അതിലുള്ള ഫെസിലിറ്റീസ് കൂടെ ഉൾപ്പെടുത്തണം, അല്ലെ? പക്ഷെ ഇതിലിപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പരാതിയിൽ നിന്ന് ഇപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല. എന്നോട് ഇന്ന് ജോയിന്റ് ഡയറക്ടർ ഓഫീസിൽ നിന്ന് എനിക്ക് അറിയിപ്പ് തന്നിരുന്നു, സിവിൽ സ്റ്റേഷനിൽ, കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ പഞ്ചായത്ത് ഡയറക്ടർ ഓഫീസിൽ എത്തണമെന്ന്. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ഞാനുമായിട്ട് സംസാരിച്ചു. എൻ്റെ ഭാഗം കേൾക്കാൻ വേണ്ടി വിളിപ്പിച്ചു എന്നാ പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവർ ഫൈൻ അടയ്ക്കണം, ഫൈൻ അടയ്ക്കുന്നതിന്റെ പാരിതോഷികം അതിന്റെ ശതമാനം എനിക്ക് നൽകണം എന്ന്. സാധാരണക്കാരുടെ ഫോട്ടോ എടുത്തിട്ട് സാധാരണക്കാരുടെ ഫോട്ടോ എടുത്തിട്ട് മാത്രം നിങ്ങൾ അങ്ങനെ ഫൈനിന്റെ ഒരു അംശം വാങ്ങണ്ട. പഞ്ചായത്ത് ചെയ്താൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്റ്റാഫുകളെന്നും വാങ്ങണം. അവരെന്താ മനുഷ്യന്മാരല്ലേ? അവരും വേസ്റ്റ് തന്നെയല്ലേ പുറത്തുനിന്ന്, വേറെ വല്ല സംഭവം ഒന്നും ഇടണേ. അപ്പൊ എന്തായാലും നല്ലൊരു പണിയാണ് കൊടുത്തുള്ളത്. അത് എന്തായാലും ഞാൻ പറയാം, ഈ സംഭവം മുന്നോട്ട് പോകട്ടെ, നല്ല രീതിയിലേക്ക് അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ കിട്ടാനുള്ളത്, അല്ലെ, ആ ഗിഫ്റ്റ് സമ്മാനം കിട്ടിയേ ആകണം, വേറൊരു ഓപ്ഷനേ ഇല്ല. എന്തായാലും അടുത്ത പണിയായിട്ട് ചിലപ്പോൾ മിക്കവാറും